ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 29 വാക്യത്തിൽ ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആരെങ്കിലും എൻ്റെ നാമത്തെ പ്രതി സ്വഭവനത്തെയോ മാതാപിതാക്കന്മാരെയോ സഹോദരങ്ങളെയോ പ്രിയപ്പെട്ടവരെയോ പരിത്യജിക്കുന്നുവെങ്കിൽ അവർക്ക് 100 ഇരട്ടി തിരിച്ചു കിട്ടുമെന്ന്. ഈശോയുടെ ഒരു വാഗ്ദാനമാണിത്. തൻ്റെ നാമത്തെ പ്രതി തനിക്ക് സ്വന്തമെന്ന് ഒരു വ്യക്തി ഈ ഭൂമിയിൽ കരുതുന്ന കാര്യങ്ങളെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവന് ഈ ഭൂമിയിൽ തന്നെ 100 ഇരട്ടി കിട്ടുമെന്നും പിന്നീട് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി മാറും എന്നുള്ള കാര്യം. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഈ വിഷയത്തിൻ്റെ മറ്റൊരു തലത്തെക്കുറിച്ചാണ്. സന്യാസ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനമെന്ന് കരുതുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് തൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ നിശ്ചയിക്കേണ്ട നിശ്ചിതമായ അകലം. ഈ അകലം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സന്യാസ ജീവിതവും പൗരോഹിത്യവുമൊക്കെ കുടുംബ ബന്ധങ്ങളുടെ ബന്ധനങ്ങളിൽപ്പെട്ട് ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന അർത്ഥശൂന്യത അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈശോനാഥൻ നമ്മളോട്, പ്രത്യേകിച്ച് സന്യസ്തരോടും വൈദികരോടും എല്ലാം പറയുന്നത്, ദൈവരാജ്യത്തെ പ്രതി ഇതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്ന തലത്തിൽ അത് നമുക്ക് 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമെന്ന്. എന്നാൽ ദൈവനാമത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് ഭവനത്തിൽ നിന്നിറങ്ങി വ്രതമെടുത്ത് അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുത്ത് ജീവിക്കുന്ന പല വ്യക്തികളും കാലഘട്ടം മാറിയപ്പോൾ ഈ ഭവനത്തിൻ്റെ കുടുംബ ബന്ധങ്ങളുടെ ബന്ധനങ്ങളിലേക്കായി പോവുകയാണ്. ഈ അടുത്ത നാളിൽ എന്നോട് പങ്കുവെച്ച ഒരു കാര്യത്തെപ്പറ്റി ഒരു വൈദികൻ പങ്കുവച്ച കാര്യം പറയുക. അദ്ദേഹം പറയുകയാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രായമായ വൈദികരും സന്യസ്തരുമുള്ള ഒരു ഭവനത്തിലാണ്. ഞങ്ങളുടെ ആ ഭവനത്തിലെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അത് ഇപ്രകാരമാണ്. അവർക്ക് പലപ്പോഴും അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന വ്യക്തികളുടെ കഷ്ടപ്പാടിനെക്കുറിച്ചോ വേദനകളെക്കുറിച്ചോ യാതൊരു ആകുലതയുമില്ല. മറിച്ച് അവരുടെ ഭവനത്തിലെ അവരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മക്കളും കൊച്ചുമക്കളും, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭവന നിർമ്മാണം, വിവാഹം, മുന്നോട്ടുള്ള ജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവർ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും അതിനെക്കുറിച്ചാണ് അവരുടെ ചിന്തകളും വ്യാകുലതകളും ചർച്ചകളുമെല്ലാം. ആ വൈദികൻ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മാറ്റിവെക്കേണ്ട ചില കാര്യങ്ങൾ മാറ്റിവെച്ചില്ല എങ്കിൽ, വൈദികർ സന്യസ്തരും തെരഞ്ഞെടുത്ത ജീവിതത്തിൽ കുടുംബത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് അകലം പാലിച്ചില്ല എങ്കിൽ നമ്മുടെ സന്യാസ ജീവിതത്തിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കില്ല. 2-3 തലങ്ങളിലാണ് ഈ ഭാരം പലരും കൊണ്ട് നടക്കുന്നത്. ഒന്ന്, നമ്മളെ കുടുംബത്തിലേക്ക് അനാവശ്യമായിട്ട് ഇടപെട്ട് കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത് മൂലം ഒരു സന്യസ്തനോ ഒരു സന്യസ്തയോ ഒരു വൈദികനോ ഭാരപ്പെടാനായിട്ടിടയുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളെ അവരുടെ കുടുംബകാര്യങ്ങളിലേക്ക് അവർ വലിച്ചിഴയ്ക്കുന്നത് കൊണ്ട് അതിൽ കയറി ഇടപെടുന്നത് മൂലം പലപ്പോഴും നമ്മുടെ സാന്നിധ്യം അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കി അത് ഭാരമായിട്ട് മാറാറുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മളെ ഇതിലൊന്നും ക്ഷണിക്കുന്നില്ല എങ്കിലും നമ്മുടെ കർത്തവ്യത്തെ മറന്നുകൊണ്ട്, ഉത്തരവാദിത്തത്തെ മറന്നുകൊണ്ട് നമ്മൾ കുടുംബ ബന്ധങ്ങളിലേക്ക് ഇടപെടുകയും അവരെക്കുറിച്ചുള്ള ചിന്തകൾ പേറി നടക്കുന്നത് മൂലം നമ്മുടെ സന്യാസ ജീവിതവും പൗരോഹിത്യ ജീവിതവും സന്തോഷിച്ച് ജീവിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ദൈവദർശനം നമുക്ക് കിട്ടുവാനായിട്ട് നമ്മുടെ കുടുംബ ദർശനങ്ങളെ നമ്മൾ കുറേയൊക്കെ ഒഴിവാക്കണം. ഒരു പരിധിവരെ കുടുംബ ദർശനങ്ങളെ മാറ്റി നിർത്തിയാൽ മാത്രമേ നമുക്ക് ദൈവദർശനത്തിലേക്ക് നീങ്ങുവാനായിട്ട് സാധിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം, കുടുംബ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നീങ്ങിയാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കുടുംബാംഗമായി മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം, നാം ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം കത്തോലിക്ക സഭയിലെ പൗരോഹിത്യ ജീവിതവും സന്യാസമാണ്. അത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇതിൻ്റെ അപ്പുറത്തേക്കുള്ളത് എന്നുള്ള ആ ചിന്തയിൽ നാം നമ്മുടെ ശുശ്രൂഷയെ ക്രമപ്പെടുത്തണം. കുടുംബാംഗങ്ങളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും അത് പറയാതെ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഈ ടോക്കിന് അർത്ഥമില്ലാതായി പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി ഞാൻ പറയുകയാണ്. കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു സന്യസ്തയോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് അവരെ കൂടുതൽ ആഴത്തിലേക്ക് വലിച്ചിറക്കുക എന്നതിലേക്കാളുപരിയായിട്ട് അവരുടെ പ്രാർത്ഥനാ സഹായങ്ങൾ തേടുകയും വേണ്ട ഉപദേശങ്ങളിലേക്ക് മാത്രം അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അവരെന്തെങ്കിലും അനാവശ്യമായിട്ട് നിങ്ങളുടെ കുടുംബകാര്യങ്ങളിലേക്ക് ഇടപെടുന്നു എന്ന് തോന്നിയാൽ സ്നേഹപൂർവ്വം നിങ്ങളുടെ പ്രിയപ്പെട്ട ആ വ്യക്തിയെ മാറ്റി നിർത്തുവാനായിട്ടുള്ള മനോബലം നിങ്ങൾക്കുണ്ടാകണം.
അത് കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. വേറൊരു കാര്യം, സന്യാസ ജീവിതത്തിനും പൗരോഹിത്യത്തിനും വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ വ്യക്തികൾക്ക് വേണ്ടി അവരുടെ ജീവിത വിളി പൂർത്തിയാക്കുവാൻ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാനും കുടുംബാംഗങ്ങളായി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതിനെ ചുരുക്കി ഞാൻ പറയുകയാണ്, ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ ബന്ധനത്തിലാകാതെ പൗരോഹിത്യ ജീവിതവും സന്യാസ ജീവിതവും ജീവിച്ച് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, അനാവശ്യമായ ഇടപെടലുകളും അനാവശ്യമായ ആകുലതകളും കുടുംബത്തെപ്പറ്റി എടുത്തു വയ്ക്കാതെ മുന്നോട്ട് നീങ്ങുക. മൂന്നാമത്തെ കാര്യം, കുടുംബാംഗങ്ങൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ വലിച്ചിഴക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇത് എനിക്ക് പലരിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഏറ്റവും ചുരുക്കമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഈ കാര്യത്തെ നമ്മുടെ മനസ്സിൽ വെക്കാം. നമ്മുടെ സന്യാസ ജീവിതവും പൗരോഹിത്യ ജീവിതവും ഒക്കെ നന്നായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഇടവരികയും ചെയ്യട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും സന്യാസ ഭവനങ്ങളെയും സന്യസ്ത വിളികളെയും സമർപ്പിത ജീവിതത്തെയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.